ശൈത്താനിനെക്കാളും വലിയ ശൈത്താന്മാരുടെ കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇബിലീസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇബിലീസിനെക്കാളും വലിയ ഇബിലീസുകൾ ജീവിച്ചിരുന്ന കാലമാണ്. ഏതാണ് ഇബിലീസ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുക. നമ്മൾ ചരിത്രം പറയാറുണ്ട്, നാളെ നരകത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്റെ അനുയായികളോട് ഇബിലീസ് ഒരു പ്രസംഗം നടത്തും. അങ്ങനെ പ്രസംഗമെല്ലാം നടത്തിയിട്ട് നീ പൊക്കോ ഓരോരുത്തരിങ്ങനെ നരകത്തിലേക്ക് കയറ്റിവിടുക. അപ്പൊ ഇബിലീസ് ഇങ്ങനെ ഇരിക്കുമ്പോ സാക്ഷാൽ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമെന്ന്. ആ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇബിലീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കും അത്രേ. ഗുരുവിനെ കാണുമ്പോ ശിഷ്യന്മാർ എഴുന്നേക്കണത് പോലെ ഇബിലീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഫിറോവൻ ചോദിക്കും, എന്നെ എന്താ കളിയാക്കുവാണോ നീ? എടാ, എന്നെ പിഴപ്പിച്ചത് നീയാടാ, എന്നെ ഇങ്ങനെ ആക്കിയത് നീയാ, എന്നിട്ട് നീ എന്നെ കാണുമ്പോ കളിയാക്കുന്നു എന്നെ. അപ്പൊ ഇബിലീസ് പറയും അത്രേ, നിന്നെ പിഴപ്പിച്ചത് ഞാനാ, ഈ നരകത്തിൽ കിടക്കുന്ന എല്ലാവരെയും പിഴപ്പിച്ചത് ഞാനാ, ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്നാലും നീ സാധാരണ ആളല്ല. അപ്പൊ ഫിറോവൻ ചോദിക്കുക, അതെന്തേന്ന്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബിലീസ് ആരോടെങ്കിലും ഞാനാണ് അള്ളാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്ന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ഏതാ? ചിന്തിക്കേണ്ടത് അവിടെ ഇവിടത്തെ ഏറ്റവും വലിയ ശൈത്താൻ ആരാ? ഇതിലെ ഏതാണ് ഏറ്റവും വലിയ ശൈത്താൻ എന്ന് തിരിയണില്ല. അവന്റെ പ്രേതം ഇപ്പോഴും ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവര് പള്ളികളും പരിസരത്തും നമ്മുടെ കുടുംബത്തിലും പലയിടത്തും കാണാറുണ്ട്. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.